ആനയെഴുന്നള്ളിപ്പിലെ നിയന്ത്രണങ്ങൾക്ക് സുപ്രീം കോടതിയുടെ സ്റ്റേ. ഉത്തരവ് പ്രായോഗികമല്ലെന്ന് സുപ്രീം കോടതി. സ്വാഗതം ചെയ്ത് ദേവസ്വങ്ങൾ. അമിത്ഷായുടെ അംബേദ്കർ പ്രസ്താവനയെ ചൊല്ലിയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ പാർലമെന്റ് കവാടത്തിൽ നാടകീയ രംഗങ്ങൾ. രാഹുൽ ഗാന്ധി തള്ളിയിട്ടെന്ന് ബി.ജെ.പി. എം പി പ്രതാപ് ചന്ദ്ര സാരംഗി. ബി.ജെ.പി. അംഗങ്ങൾ തടഞ്ഞെന്ന് രാഹുൽ. രാജ്യസഭയും ലോക്സഭയും 2 മണിവരെ നിർത്തിവെച്ചു. സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ നടപടി തുടങ്ങി. കൃഷി വകുപ്പിലെ 6 ജീവനക്കാർക്ക് സസ്പെൻഷൻ. കൈപ്പറ്റിയ തുക തിരിച്ചടയ്ക്കണം. മൃഗസംരക്ഷണ വകുപ്പിലും നടപടിയുണ്ടാകും. എറണാകുളം വെണ്ണലയിൽ അമ്മയുടെ മൃതദേഹം രഹസ്യമായി കുഴിച്ചിട്ട മകൻ പിടിയിൽ. കൊലപാതകമാണോ എന്ന് അന്വേഷിക്കുന്നു. സ്വാഭാവിക മരണമെന്ന് മകൻ പ്രദീപ്. മകൻ അമ്മയെ മർദ്ദിക്കാറുണ്ടെന്ന് നാട്ടുകാർ. ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം അധ്യാപകരിലേക്കും. കൊടുവള്ളിയിലെ 3 എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ മൊഴിയെടുത്തു. MS സൊല്യൂഷൻസിന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത വീഡിയോകൾ വീണ്ടെടുക്കാൻ അന്വേഷണ സംഘം. തോമസ് കെ തോമസിന്റെ മന്ത്രിമോഹത്തിന് തടയിട്ട് CPM. AK ശശീന്ദ്രൻ തുടരട്ടെയെന്ന് പ്രകാശ് കാരാട്ടിനെ അറിയിച്ചു. സാമ്പത്തിക ആരോപണവും ശ്രദ്ധയിൽപ്പെടുത്തി. MR അജിത് കുമാറിന് DGP റാങ്ക് നൽകാമെന്ന സർക്കാർ തീരുമാനം മാനദണ്ഡങ്ങൾ ലംഘിച്ചു തന്നെ. സുതാര്യത പാലിക്കണമെന്ന മാനദണ്ഡം അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ പാലിച്ചില്ല. CPI അടക്കം ഘടകകക്ഷികൾ കടുത്ത അതൃപ്തിയിൽ. ആന എഴുന്നള്ളിപ്പിനുള്ള ഹൈക്കോടതിയുടെ മാർഗരേഖയ്ക്ക് സുപ്രീം കോടതിയുടെ സ്റ്റേ. 2012 ചട്ടം പാലിച്ച് എഴുന്നള്ളിക്കാമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവിലുള്ളത്. ഹൈക്കോടതി ഉത്തരവ് പ്രായോഗികമല്ല എന്നാണ് സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഈ വിഷയത്തിൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുകയാണ്. സജിത്ത്, പൂരപ്രേമികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിർദ്ദേശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവിൽ. ഇപ്പോൾ സുപ്രീം കോടതി എന്താണ് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടും പറഞ്ഞിട്ടുള്ളത്? മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ പൂരപ്രേമികളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒരു ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഹൈക്കോടതി മുന്നോട്ട് വെച്ച മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതില്ല, അത് പ്രായോഗികമല്ല എന്നതാണ് കോടതി നടത്തിയ ആദ്യ നിരീക്ഷണം. നിലവിലുള്ള 2012 ചട്ടപ്രകാരം തന്നെ ആന എഴുന്നള്ളിപ്പുമായി മുന്നോട്ട് പോകാം. അതായത് പൂരം നടത്തിപ്പ് ഇതുവരെ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ മുന്നോട്ട് പോകാമെന്നതാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്ന നീക്കം. ഒപ്പം തന്നെ ഹൈക്കോടതിക്കെതിരായ വിമർശനങ്ങളും ഈ വിധിയിലുണ്ട് എന്ന സാഹചര്യം കൂടിയുണ്ട്. കാരണം കേരളം ഹിമാലയത്തിലല്ല, സ്വാഭാവികമായും കേരളത്തിൽ ചൂടുണ്ടാകും. മൃഗസ്നേഹികളുടെ വാദങ്ങൾക്കുള്ള കടുത്ത വിമർശനം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദേവസ്വം ബോർഡുകളുടെ വാദം നമ്മൾ അറിഞ്ഞതാണ്. കാരണം ചില കപട മൃഗസ്നേഹികളുടെ വാദത്തിന് ഹൈക്കോടതി നിന്നുകൊടുത്തു. അങ്ങനെയാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായത് എന്നതാണ് ദേവസ്വം ബോർഡുകൾ വാദിച്ചത്. ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം ബോർഡും പാറമേക്കാവ് ദേവസ്വവുമാണ് ഈ തങ്ങളുടെ നിലപാടുമായി സുപ്രീം കോടതിയിലെത്തി ഒടുവിൽ അത് അംഗീകരിക്കപ്പെടുന്നത്. എന്തായാലും സംസ്ഥാനത്ത് പൂരങ്ങളുടെയും ഉത്സവങ്ങളുടെയും നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വലിയൊരു ആശയക്കുഴപ്പമാണ് തൽക്കാലത്തേക്കെങ്കിലും ഒഴിവാക്കപ്പെടുന്നത് എന്നത് വലിയൊരു സാഹചര്യമാണ്. ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്വമേധയാ ഉണ്ടാക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. സർക്കാരിന് മുന്നിലും ഇത് വലിയ വെല്ലുവിളി ഉണ്ടാക്കി. കാരണം എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും, എങ്ങനെ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതൊക്കെ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കി. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൂരമായ തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പ് തന്നെ അങ്ങേറ്റം അവതാളത്തിലാവുന്ന സാഹചര്യം വന്നു. ഇതോടുകൂടിയാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം വലിയ പ്രതിഷേധം അറിയിക്കുകയും ഒടുവിൽ അത് നിയമയുദ്ധത്തിലൂടെ തന്നെ തങ്ങളുടെ വാദങ്ങൾ അംഗീകരിച്ചെടുക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ് തൃപ്പൂണിത്തറയിൽ പൂർണ്ണത്രയ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ ആനയെ എഴുന്നള്ളിച്ചപ്പോൾ ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി കേസെടുക്കുന്ന നീക്കം പോലും ഉണ്ടായി. അങ്ങനെ കർശനമായ നടപടികളുമായി ഈ കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ വരുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ദേവസ്വം ബോർഡുകൾക്കും ഒപ്പം തന്നെ സർക്കാരിനും ആശ്വസിക്കാൻ കഴിയുന്നതാണ് ഈ സുപ്രീം കോടതി. ശരിയാണ് സജിത്, എന്തായാലും പൂരപ്രേമികൾക്ക് ആശ്വാസമാണ്. അതോടൊപ്പം തന്നെ മറ്റ് ഉത്സവങ്ങൾക്കുള്ള ആന എഴുന്നള്ളിപ്പിലും ഉണ്ടായിരുന്ന നിയന്ത്രണമാണ് ഇതോടെ മാറിക്കിട്ടുന്നത്. സുപ്രീം കോടതിയുടെ സ്റ്റേ ആണ് ഹൈക്കോടതിയുടെ മാർഗരേഖയ്ക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ദേവസ്വങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിമാർ ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയും ചെയ്തു. അവരുടെ പ്രതികരണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
എല്ലാ ഉത്സവ കമ്മിറ്റികൾക്കും അതുപോലെ തന്നെ എല്ലാ ദേവസ്വങ്ങൾക്കും എല്ലാ പെരുന്നാള് നടത്തിപ്പുകാർക്കും എല്ലാ നേർച്ച നടത്തിപ്പുകാർക്കും വലിയൊരു ആശ്വാസമാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെയധികം വേദനയോട് കൂടിയിട്ടാണ് നമ്മൾ ഇത്തവണ ഗുരുവായൂർ ഏകാദശിയും അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ ഉത്സവം കണ്ടത്. ഇത്തരം കാര്യങ്ങൾക്ക് വലിയൊരു മാറ്റം തന്നെ സംഭവിച്ചു. കപട മൃഗസ്നേഹികൾക്ക് ഒരു താക്കീതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നൽകിയത്. പൂരപ്രേമികളും ഇവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ എല്ലാ ജനങ്ങളും ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഒരുപോലെ പോണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മനസ്സിലാക്കി. മറ്റൊരു വാർത്തയിലേക്ക്. സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ നടപടി തുടങ്ങി. ആദ്യം നടപടിയെടുത്തത് 6 ഉദ്യോഗസ്ഥർക്കെതിരെയാണ്. മണ്ണ് സംരക്ഷണ വിഭാഗത്തിലെ 6 ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. മൃഗസംരക്ഷണ വകുപ്പിൽ തട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തിയവരിൽ 90% താൽക്കാലിക വേതനത്തിൽ ജോലി ചെയ്യുന്ന സ്വീപ്പർമാരാണ്. അതായത് സർക്കാർ ഇപ്പോൾ ഇവർക്കെതിരെ നടപടി തുടങ്ങിയപ്പോൾ തുച്ഛമായ വേതനം പറ്റുന്നവർക്കെതിരെയാണ് നടപടി വന്നിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയിലേക്ക് സർക്കാർ കടന്നു. ആദ്യഘട്ടത്തിൽ പണി തെറിച്ചത് കൃഷി വകുപ്പിന് കീഴിൽ മണ്ണ് സംരക്ഷണ വിഭാഗത്തിലെ 6 ഉദ്യോഗസ്ഥരുടെ. ഇതിൽ 4 പേർ താൽക്കാലിക വേതനത്തിൽ സ്വീപ്പർമാരായി ജോലി ചെയ്യുന്നവർ. കൃഷിമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഉദ്യോഗസ്ഥരിൽ നിന്ന് വാങ്ങിയ പണം തിരികെ പിടിക്കാനുള്ള തീരുമാനവും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. 18% പലിശയടക്കമാണ് പണം തിരിച്ചുപിടിക്കുക. മറ്റു വകുപ്പുകളും നടപടി വേഗത്തിലാക്കി. മൃഗസംരക്ഷണ വകുപ്പിലെ ഒരു മൃഗഡോക്ടർ അടക്കം 72 പേരുടെ പട്ടികയാണ് ധനവകുപ്പ് നൽകിയിരിക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പിലും പെൻഷൻ കൈപ്പറ്റിയതിൽ ഭൂരിഭാഗവും പാർട്ട് ടൈം സ്വീപ്പർമാരാണ്. ധനവകുപ്പിന്റെ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കാൻ മൃഗസംരക്ഷണ വകുപ്പ് അണ്ടർ സെക്രട്ടറിയെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തി. ഒരാഴ്ചയ്ക്കകം മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ എല്ലാ ഉദ്യോഗസ്ഥരുടെയും വിവരങ്ങൾ ധനകാര്യ വകുപ്പ് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം വെണ്ണലയിൽ അമ്മയുടെ മൃതദേഹം ആരെയും അറിയിക്കാതെ വീട്ടുമുറ്റത്ത് കുഴിച്ചു മൂടാൻ മകന്റെ ശ്രമം. വെണ്ണല സ്വദേശിനി അല്ലിയാണ് മരിച്ചത്. മകൻ പ്രദീപിനെ പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. വെണ്ണലയിലെ വീട്ടുമുറ്റത്ത് പ്രദീപ് കുഴിമൂടുന്നത് കണ്ട് സംശയം തോന്നിയ അയൽവാസി പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പാലാരിവട്ടം പോലീസ് എത്തി മൃതദേഹം പുറത്തെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഇതിനിടെ മകൻ പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രമേഹ രോഗിയായ അമ്മ മരിച്ചതിനെ തുടർന്ന് താൻ മറവു ചെയ്യുകയായിരുന്നു എന്നാണ് പ്രദീപ് പോലീസിന് നൽകിയ മൊഴി. ഇൻക്വസ്റ്റ് നടപടികളും കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടക്കും. പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് നമുക്കൊരു ഫൈൻഡിങ്സ് പറയാൻ പറ്റും. മൃതദേഹം എത്ര ദിവസം പഴക്കമുണ്ട്? ഇന്നലെ രാത്രിയിലോ ഇന്ന് രാവിലെ ആയിരിക്കാം. ടയർ റിപ്പയറിംഗ് കട നടത്തുന്ന പ്രദീപിന് ഭാര്യയും 2 മക്കളുമുണ്ട്. എന്നാൽ സംഭവ സമയത്ത് പ്രദീപും അമ്മ അല്ലിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പ്രദീപ് സ്ഥിരം മദ്യപാനിയായിരുന്നു എന്നും നാട്ടുകാർ. പ്രദീപ് പൊതുവെ മാന്യനാണ്. പക്ഷേ കുറച്ച് നാളായിട്ട് അയാൾ മദ്യപിച്ചു കഴിഞ്ഞാൽ വളരെ വയലന്റ് ആവും. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ആദ്യം കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ്. അതെല്ലാവരും കൂടിയൊക്കെ ചർച്ച ചെയ്തൊക്കെ തീരുമാനമായിട്ട് പിന്നെ അത് അയാൾ നിർത്തിയിരുന്നു ചികിത്സിക്കുകയൊക്കെ ചെയ്തെന്നാണ് പറയുന്നത്. ഭാര്യ മൂത്ത മോനും വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. മദ്യം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് വയലന്റ് ആണ്. അമ്മയായിട്ട് ഇവിടെ ഒച്ചപ്പാടുമ്പോഴും കാണും. പരിസരവാസികളൊക്കെ മടുത്തിരിക്കുകയാണ് ഇവിടെ. പ്രദീപിന്റെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ. പ്രദീപിനെ കൂടാതെ ഒരു മകൾ കൂടിയുണ്ട് അല്ലിക്ക്. ന്യൂസ് 18 കൊച്ചി. പത്തനംതിട്ട കോന്നിയിൽ വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെയും സംസ്കാര ചടങ്ങുകൾ തുടങ്ങി. അനു, നിഖിൽ, ബിജു പി ജോർജ്, മത്തായി ഈപ്പൻ എന്നിവരുടെ മൃതദേഹങ്ങളിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച് നിരവധി പേർ എത്തിയിരുന്നു. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. മടിയിൽ പാർക്കണമേ വന്നവനും വരുവോനുമൃതർ തന്നുയരും സ്തുതനൻ ശരീരാ മക്കൾ പാടണമേ. ശശി നാരായണൻ ചേരുകയാണ് വിവരങ്ങളുമായി. ശശി, എന്തൊക്കെയാണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? മഞ്ചേശ്വരി വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ സംസ്കരിക്കാനുള്ള അവസാന ഘട്ടത്തിലെത്തിക്കുന്നു. 4 പേരുടെ മൃതദേഹങ്ങൾ പള്ളിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം സെമിത്തേരിയിൽ എത്തിച്ചിരിക്കുന്നു. 3 പേരുടെ മൃതദേഹങ്ങൾ ഒരു കല്ലറയില് മത്തായി ഈപ്പന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ കുടുംബ കല്ലറയിലാണ് നടക്കുന്നത്. അങ്ങനെ 4 പേരുടെ മൃതദേഹം സംസ്കരിക്കാനുള്ള
ചടങ്ങുകൾ ഏകദേശം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. പ്രാർത്ഥനയും ശുശ്രൂഷയും കാര്യങ്ങളുമാണ് ഇപ്പോൾ സെമിത്തേരിയിൽ നടക്കുന്നത്. എന്തായാലും വലിയ ഒരു പ്രയാസത്തിലാണ് പ്രദേശവാസികളും നാട്ടുകാരും ഒക്കെ ഉള്ളത്. വിവിധ മേഖലകളിലുള്ള ആളുകൾ മരണമടഞ്ഞവർക്ക് അന്തിമ ഉപചാരം അർപ്പിക്കാൻ പള്ളിയിലെ ശുശ്രൂഷകൾക്കും സെമിത്തേരിയിലും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അരമണിക്കൂറിനുള്ളിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവും. നേരത്തെ 12:12:30 സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ വലിയ ഒരു ജനാവലി മൃതദേഹങ്ങൾ മൃതദേഹങ്ങൾ പൊതുനിശ്ചിത വെച്ച പൂങ്കാവ് സെന്റ് മേരീസ് കത്തോലിക്കൽ പള്ളിയിൽ വെച്ച് അന്തിമ ഉപചാരം അർപ്പിക്കാൻ നിരവധി പേരാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ നിശ്ചയിച്ച സമയത്ത് അത് സംസ്കരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഒരമണിക്കൂറുടെ മുന്നോട്ട് പോയിട്ടില്ലെന്നു. ഇപ്പോൾ ചടങ്ങുകളെല്ലാം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 4 മൃതദേഹങ്ങളും സെമിത്തേരിയിലെത്തിച്ച് ഓരോ മൃതദേഹങ്ങളും അത് പ്രത്യേക ശുശ്രൂഷകൾ പുരോഹിതന്മാർ നൽകി കല്ലറയിലേക്ക് ഇറക്കി അടക്കം ചെയ്യാനുള്ള ക്രമീകരണമാണ് സെമിത്തേരിയിൽ നടക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് 4 പേരും വാഹനാപകടത്തിൽ മൃതദേഹമുണ്ടായ വാഹനാപകടത്തിൽ 4 പേരും മരണപ്പെടുന്നത്. ഈ നാടും ഈ പ്രദേശവാസികളും ഒക്കെ അടുപ്പമുള്ള 2 കുടുംബങ്ങളെ ആളുകൾ പെട്ടെന്ന് ഒരു അപകടത്തിൽ ഇല്ലാതായതോടെ ആ ഞെട്ടലിലാണ് കോന്നിയിലെ മല്ലശ്ശേരിയിലെ പ്രദേശത്തുള്ള ആളുകളും പത്തനംതിട്ട നിവാസികളും. അതുകൊണ്ട് തന്നെ അവരുടെ സംസ്കാര ചടങ്ങുകളിൽ അവരെ ഒരു നോക്ക് കാണാനും അന്തിമ ഉപചാരം അർപ്പിക്കാനുമായി നാടൊന്നാകെ ഒഴുകിയെത്തി എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. രാവിലെ 6 മണിക്ക് മൃതദേഹങ്ങൾ 2 കുടുംബങ്ങളുടെയും വീടുകളിൽ എത്തിച്ചു. അവിടെ നിന്നും ഒരു അരമണിക്കൂർ മാത്രമാണ് വീട്ടിൽ പൊതുനിശ്ചിത വെച്ചത്. അതിനുശേഷം ഈ 4 പേരുടെയും മൃതദേഹങ്ങൾ പൂങ്കാവ് കത്തോലിക്ക പള്ളിയിൽ കൊണ്ടുവന്നു. ആ സമയം മുതൽ ഇപ്പോൾ സംസ്കാരം പൂർത്തിയാകുന്ന അവസാന ഘട്ടം വരെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളാണ് ഈ പ്രിയപ്പെട്ടവർക്ക് അന്തിമ ഉപചാരം അർപ്പിക്കാനായി ഒഴുകിയെത്തുന്നത്. ശരി ശശി, പത്തനംതിട്ട പൂങ്കാവ് സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതിൽ അന്വേഷണം അധ്യാപകരിലേക്കും നീങ്ങുകയാണ്. കൊടുവള്ളിയിലെ 3 എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർത്തിയ MS സൊല്യൂഷൻസിന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത വീഡിയോകളുടെ വിവരങ്ങൾക്കായി കൊടുവള്ളി പോലീസ് മെറ്റയെ സമീപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ചോദ്യപേപ്പർ ചോർച്ചയിലെ അന്വേഷണം അധ്യാപകരിലേക്ക് കൂടി വ്യാപിപ്പിച്ചത്. ചോദ്യപേപ്പർ ചോർത്തിയതായി ആരോപണമുയർന്ന MS സൊല്യൂഷനുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന എയ്ഡഡ് സ്കൂൾ അധ്യാപകരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. മുൻപ് MS സൊല്യൂഷനെതിരെ പരാതി നൽകിയ അധ്യാപകരുടെ വിശദാംശങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു. ഇവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. സർക്കാർ അധ്യാപകർ അവധിയെടുത്ത് ട്യൂഷൻ സെന്ററുകളുമായി സഹകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. MS സൊല്യൂഷൻസിന് ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് CPM അനുഭാവമുള്ള അധ്യാപകരാണെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. MS സൊല്യൂഷന്റെ ഫേസ്ബുക്കിൽ നിന്നും നീക്കം ചെയ്ത വീഡിയോകളുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് കൊടുവള്ളി പോലീസ് മെറ്റയ്ക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ട്. MS സൊല്യൂഷൻസിന്റെ ഫേസ്ബുക്ക് വീഡിയോകളിൽ അശ്ലീല പരാമർശങ്ങൾ ഉള്ളതായി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മെറ്റയിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. ന്യൂസ് 18 കോഴിക്കോട്. IPS ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ നൽകുന്നതിനുള്ള കേന്ദ്ര മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് MR അജിത് കുമാറിന് DGP റാങ്ക് നൽകാനുള്ള ശുപാർശ സർക്കാർ അംഗീകരിച്ചത്. വകുപ്പ് തല അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ സംശയനിഴലുള്ള ഉദ്യോഗസ്ഥരെയും തെരഞ്ഞെടുക്കുമ്പോൾ ചട്ടം പാലിക്കണമെന്ന നിർദ്ദേശം മറികടന്നാണ് പ്രത്യേക താൽപര്യമെടുത്ത് സർക്കാർ അജിത് കുമാറിന് പരിഗണന നൽകിയത്. വിവാദ ഉദ്യോഗസ്ഥനെ ഉയർന്ന പദവിയിലേക്ക് പരിഗണിച്ചതിൽ CPI അടക്കമുള്ള ഘടകകക്ഷികൾക്ക് കടുത്ത എതിർപ്പാണ് ഉള്ളത്. IPS ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതിന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളാണിത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ നിർദ്ദേശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് MR അജിത് കുമാറിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ആരെയൊക്കെ സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കരുത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സർക്കുലറിൽ പറയുന്നത് ഇങ്ങനെ: സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കുന്ന ഉദ്യോഗസ്ഥന് വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധം. വിജിലൻസ് ഡയറക്ടറായിരിക്കെ ആരോപണമുയർന്ന് സ്ഥാനചലനമുണ്ടായ വ്യക്തിയാണ് അജിത് കുമാർ. പൂരവിവാദത്തിൽ വിജിലൻസ് അന്വേഷണം നേരിടുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള വ്യക്തിക്ക് എങ്ങനെ വിജിലൻസ് ക്ലിയറൻസ് ലഭിക്കും? പരിഗണിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനുമേൽ മേലുദ്യോഗസ്ഥർ മുമ്പ് അപ്രീതി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി പരിശോധിക്കണം. പൂരവിവാദത്തിൽ പോലീസ് മേധാവി അവിശ്വാസം രേഖപ്പെടുത്തിയ അജിത് കുമാറിനെ പരിഗണിക്കുന്നതിന് ഇത് തടസ്സമായില്ല. ഇതടക്കം MR അജിത് കുമാറിന് വെല്ലുവിളിയാകുന്ന നിരവധി നിർദ്ദേശങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി കൈമാറുന്ന പട്ടിക സർക്കാരിന് അംഗീകരിക്കാനോ തള്ളാനോ വ്യവസ്ഥയുണ്ട്. തീരുമാനം നീട്ടിവെക്കാനും സർക്കാരിന് അധികാരമുണ്ട്. പക്ഷേ അജിത് കുമാറിന് DGP പദവി നൽകാൻ സർക്കാരിന് ഇതൊന്നും തടസ്സമായില്ല. അതായത് അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാൻ സർക്കാർ കേന്ദ്രങ്ങളിൽ പ്രത്യേക താൽപര്യം പ്രകടമായെന്ന് വ്യക്തം. വിവാദ ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകിയത് ഇടത് കേന്ദ്രങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് ഇടവച്ചിട്ടുണ്ട്.
CPI അടക്കം ഇക്കാര്യത്തിൽ പ്രതിഷേധം പരസ്യമാക്കാനാണ് സാധ്യത. ന്യൂസ് 18 തിരുവനന്തപുരം. എം.ആർ. അജിത് കുമാറിനെ DGP-ആക്കി ശുപാർശ ചെയ്തത് ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാരസ്മരണയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചട്ടം ലംഘിച്ചാണ് സ്ഥാനക്കയറ്റത്തിനുള്ള ശുപാർശ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് വ്യക്തമായെന്നും VD സതീശൻ പറഞ്ഞു. അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം മന്ത്രിസഭാ യോഗം ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. മന്ത്രി എന്ന നിലയിൽ അതൃപ്തിയില്ല. CPIയുടെ നിലപാട് പാർട്ടി സെക്രട്ടറി പറയുമെന്നും മന്ത്രി അറിയിച്ചു. ഇല്ല, അത് ക്യാബിനറ്റ് യുനാനിമസായി എടുത്തൊരു തീരുമാനമാണ്. ക്യാബിനറ്റിൻ്റെ മുന്നിൽ വരുന്ന ഇത്തരം വിഷയങ്ങളിൽ അതിനൊരു പ്രസിഡന്റ് ഉണ്ട്. ആ പ്രസിഡന്റ് അനുസരിച്ച് ഒരാളിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇന്നലെ വന്ന എല്ലാ IPS ഉദ്യോഗസ്ഥരുടെയും പ്രൊമോഷൻ്റെ വിഷയത്തിൽ ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ്. അതിന് വേറൊരു അസ്വാഭാവികമായിട്ടുള്ള വിഷയങ്ങളൊന്നും തന്നെ മന്ത്രി നിലയ്ക്ക് ഞാൻ കാണുന്നില്ല. ഇല്ല, മന്ത്രിമാരുടെ എതിർപ്പൊന്നും അതിനകത്തുണ്ടായിട്ടില്ല. CPI മന്ത്രിമാരെന്നല്ലല്ലോ, ക്യാബിനറ്റിന്റെ യുനാനിമസായ തീരുമാനമാണ്. അത് വേറെ വഴിക്ക് നടക്കില്ല. പാർട്ടി സെക്രട്ടറിയോട് നിങ്ങൾ ചോദിക്കുക. മന്ത്രി നിലയ്ക്ക് എനിക്ക് വ്യക്തമാക്കാനുള്ളത് ഇത് ക്യാബിനറ്റിന്റെ യുനാനിമസായ തീരുമാനമാണ്. അതിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായം ഞങ്ങൾക്കില്ല. തൃപ്പൂണിത്തുറയ്ക്ക് സമീപം സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണു. കുട്ടികൾ എത്തുന്നതിന് തൊട്ടു മുൻപായിരുന്നു അപകടം. കണ്ടനാട് JB SLP സ്കൂളിന്റെ പഴയ കെട്ടിടമാണ് തകർന്നു വീണത്. ഡാനി ഇപ്പോൾ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, വലിയൊരു അപകടം ഒഴിവായതിന്റെ ഒരു ആശ്വാസമാണല്ലോ ഇവിടെ ഉള്ളത്. എന്താണ് സംഭവിച്ചത്? മഞ്ജുഷ, ഇന്ന് രാവിലെ ആയിരുന്നു, സ്കൂൾ സമയത്തിന് മുൻപായിട്ടായിരുന്നു ഈ അപകടം ഉണ്ടാവുന്നത്. സ്കൂളിന്റെ മേൽക്കൂര, സ്കൂൾ എന്ന് പറയുമ്പോൾ 100 വർഷത്തോളം പഴക്കമുള്ള സ്കൂളിന്റെ മേൽക്കൂരയാണ് ഇടിഞ്ഞു വീണത്. അതിന്റെ കാലപ്പഴക്കം കൊണ്ട് അവിടേക്ക് അങ്കണവാടിയാണ് ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് 6ഓളം കുട്ടികളാണ് അങ്കണവാടിയിലേക്ക് വരുന്നത്. അവരെത്തുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഈ മേൽക്കൂര ഇടിഞ്ഞു വീഴുന്നത്. അതിനകത്തുണ്ടായിരുന്ന അവർ ഈ ശബ്ദം കേട്ട് ഓടി മാറിയത് കൊണ്ട് മാത്രമാണ് ഈ ദുരന്തത്തിൽ പെടാതിരുന്നത്. വലിയ ദുരന്തത്തിൽ നിന്നാണ് ആ കുട്ടികളടക്കം ഇവിടുന്ന് രക്ഷപ്പെട്ടത്. JBS സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്കൂളാണ്. ഇവിടെ കാലങ്ങളെ അറ്റകുറ്റപ്പണികൾ അടക്കം നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷെ അതുണ്ടായിട്ടില്ല. മറ്റൊരു കെട്ടിടത്തിലേക്ക് ബേസിക് സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒഴിഞ്ഞ സ്ഥലത്താണ് അങ്കണവാടി കെട്ടിടം നിലനിൽക്കുന്നത്. നേരത്തെ അവിടെ വിവിധ പരിപാടികൾ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നിരുന്ന ഒരു വിദ്യാലയമാണ്. എന്തായാലും വളരെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് കുട്ടികൾ. മഞ്ജുഷ്, ശരി, കുട്ടികൾ എത്തുന്നതിന് തൊട്ട് മുൻപായിരുന്നു കണ്ടനാട് ഈ അപകടമുണ്ടായത്. പാർലമെന്റ് കവാടത്തിൽ ഇന്ന് നടന്ന കയ്യാങ്കളിയിൽ BJP MP പ്രതാപ് ചന്ദ്ര സാരംഗിക്ക് പരിക്കേറ്റു. പരിക്കേറ്റതിന് കാരണം രാഹുൽ ഗാന്ധിയാണെന്നാണ് ആരോപണം. BJP MPമാർ വഴി തടയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിശദീകരണം. അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ പ്രക്ഷുബ്ധമായ പാർലമെന്റിന്റെ 2 സഭകളും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ശൈത്യകാല സമ്മേളനമാണ് നടക്കുന്നതെങ്കിലും പാർലമെന്റിൽ പ്രതിഷേധ ചൂട് തന്നെ. ഇന്ന് BJP MP പ്രതാപ് ചന്ദ്ര സാരംഗിക്ക് പരിക്കേറ്റു. സ്റ്റെപ്പിന് സമീപം നിൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വന്ന് ഒരു MP-യെ തള്ളിയിട്ട് തന്റെ മേൽ വീണുവെന്ന് സാരംഗി. राहुल गांधी एक MP को धक्का लगा, मेरे ऊपर गिर पड़ा और मैं नीचे गिर गया। किसने धक्का मारा? राहुल गांधी ने? हाँ, राहुल गांधी ने धक्का मारा। राहुल गांधी. BJP MPമാർ തന്നെ തള്ളിയിടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാരോപിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. പാർലമെന്റിലേക്ക് പ്രവേശിക്കുക എന്നത് തന്റെ അവകാശം എന്നും രാഹുൽ ഗാന്ധി. ये पार्लियामेंट की एंट्रेंस है, इसमें मैं अंदर जाने की कोशिश कर रहा था तो BJP के MP जो थे वो मुझे ऐसे रोकने की कोशिश कर रहे थे, धकेल रहे थे और मुझे धमका रहे थे, तो वो हुआ है। नहीं, देखिए हाँ किया है मगर ठीक है कोई मतलब धक्का मुक्की से हमें कुछ होता नहीं है. പരിക്കേറ്റ BJP MPയെ ആംബുലൻസിൽ ചികിത്സയ്ക്കായി RML ആശുപത്രിയിലേക്ക് മാറ്റി. കേന്ദ്രമന്ത്രിമാരായ പ്രഹ്ലാദ് ജോഷി, അർജുൻ രാം മേഘ്വാൾ, പീയൂഷ് ഗോയൽ എന്നിവരും മറ്റ് BJP നേതാക്കളും പ്രതാപ് സിംഗ് സാരംഗിയെ കാണാൻ ആശുപത്രിയിലേക്ക് തിരിച്ചു. സംഭവം ഗൗരവമായി എടുത്ത് FIR രജിസ്റ്റർ ചെയ്ത് നിയമ നടപടിക്കൊരുങ്ങുകയാണ് BJP. BR അംബേദ്കറിനെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പരാമർശമാണ് പാർലമെന്റിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ഭരണഘടനാ ശില്പിയെ അവഹേളിച്ച അമിത്ഷാ രാജിവെക്കണമെന്നും മാപ്പ് പറയണമെന്നും പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടു. കോൺഗ്രസ്, TMC, DMK, RJD, ഇടതുപാർട്ടികൾ, ശിവസേന, UBT എന്നിവരാണ് പ്രതിഷേധത്തിൽ അണിനിരന്നത്. ഇരുസഭകളിലും അടിയന്തരമായി വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ MPമാർ നോട്ടീസ് നൽകി. പിന്നീട് പ്രക്ഷോഭത്തെ തുടർന്ന് ഇരുസഭകളും നിർത്തിവെച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
ജമ്മുകശ്മീരിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 5 ഭീകരർ കൊല്ലപ്പെട്ടു. 2 സൈനികർക്ക് പരിക്കേറ്റു. കുൽഗാമിനെ കദേറിലായിരുന്നു ഏറ്റുമുട്ടൽ. രഹസ്യവിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ സൈന്യവും ജമ്മുകശ്മീർ പോലീസും നടത്തിയ പരിശോധനയിലാണ് തീവ്രവാദികളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ഭീകരർ സൈനികർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. മരിച്ച ഭീകരരുടെ വിവരം പുറത്തുവിട്ടിട്ടില്ല. പ്രദേശത്ത് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം അമ്രോഹിയിൽ പരിശോധനയിൽ ആയുധങ്ങൾ പിടിച്ചെടുത്തിരുന്നു. ഇന്നലെ മുംബൈയിലുണ്ടായ ബോട്ട് അപകടത്തിൽ നാവികസേനയും സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരും പ്രത്യേക അന്വേഷണം തുടങ്ങി. ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബത്തിന് കേന്ദ്ര സർക്കാരും മഹാരാഷ്ട്ര സർക്കാരും ധനസഹായം പ്രഖ്യാപിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ സ്പീഡ് ബോട്ട് മുംബൈയിൽ യാത്രാ ബോട്ടിൽ ഇടിച്ചാണ് 13 പേർ മരിച്ചത്. മരിച്ചവരിൽ 2 കുട്ടികളും 4 സ്ത്രീകളും ഒരു നാവിക ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നുണ്ട്. ബലാത്സംഗ കേസിൽ മോൺസൺ മാവുങ്കലിനെ വെറുതെ വിട്ടു. എറണാകുളം പോക്സോ കോടതിയുടേതാണ് വിധി. മാനേജറായിരുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു ഗർഭിണിയാക്കിയെന്നാണ് കേസ്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി തന്റെ മൊഴിയെടുത്തതാണെന്ന് പെൺകുട്ടി കോടതിയിൽ മൊഴി നൽകിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ 50 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. 4 കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അന്തിമ റിപ്പോർട്ട് കോടതിയിൽ നൽകി. പരാതികൾ നോഡൽ ഓഫീസർമാർക്ക് കൈമാറാമെന്ന് കോടതി. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകാത്തവർക്കും SITക്ക് പരാതി നൽകാം. പുതിയ പരാതികൾ നോഡൽ ഓഫീസർക്ക് മുന്നിൽ ജനുവരി 31 വരെ നൽകാമെന്നും ഹൈക്കോടതി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ രഹസ്യ സ്വഭാവം നിലനിർത്തണമെന്ന് നടി രഞ്ജിനിയും ആവശ്യവുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വടകര ചോറോട് വാഹനാപകടത്തിൽ പ്രതി ഷെജീലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. പ്രതിയെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുകയാണെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി 17-ന് ചോറോട് മേൽപ്പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ 9-കാരി ദൃഷാന അബോധാവസ്ഥയിലാണ് ഇപ്പോഴും. കുട്ടിയുടെ അമ്മൂമ്മ അപകടത്തിൽ മരിച്ചിരുന്നു. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിലാണ് അപകടമുണ്ടാക്കിയ വാഹനം തിരിച്ചറിഞ്ഞത്. സിനിമാ സീരിയൽ നടി മീന ഗണേഷ് അന്തരിച്ചു. ഇന്ന് രാവിലെ ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു മരണം. 200ഓളം സിനിമകളിലും സീരിയലുകളിലുമായി ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത പ്രിയ താരമാണ് വിടവാങ്ങുന്നത്. സംസ്കാരം വൈകിട്ട് 4-ന് ഷൊർണൂർ ശാന്തിതീരം ശ്മശാനത്തിൽ നടക്കും. ഒരു ചിത്രത്തിൽ ചിരിപ്പിക്കും, മറ്റൊരു ചിത്രത്തിൽ നൊമ്പരപ്പെടുത്തും. അങ്ങനെ 200ഓളം ചിത്രങ്ങൾ. പ്രേക്ഷകരുടെ മനസ്സ് നിറയ്ക്കുന്ന കഥാപാത്രങ്ങൾ സമ്മാനിച്ച മീന ഗണേഷ് വിട്ടുപിരിയുമ്പോൾ നഷ്ടമാകുന്നത് കഥാപാത്രങ്ങളുടെ വൈവിധ്യം കൊണ്ട് ഞെട്ടിച്ച അതുല്യ പ്രതിഭയാണ്. പറ്റില്ല, വെള്ളം ചൂടാക്കണം. ഇവിടെ പറഞ്ഞ വെള്ളം ചൂടാവോ? പോയി തീ പിടിപ്പിക്കോ. വെറുതെ അങ്ങനെ പിടിക്കോ? പോയി വിറകെടുത്തോണ്ട് വരിക. വിറക് എടുത്തു വിചാരിക്കുക. പോയി വെള്ളം കോരിക്കേ. വെള്ളം കോരിയെന്നങ്ങോട്ട് വിചാരിക്കുക. ചെമ്പെടുത്ത് കിണറ്റിക്കരയ്ക്ക് നടന്നോളുക. ഞാൻ പുറകിലുണ്ടെന്ന് വിചാരിക്കുക. 1942 പാലക്കാട് കല്ലേക്കുളങ്ങരയിലാണ് മീന ഗണേഷിന്റെ ജനനം. ആദ്യകാല തമിഴ് നടൻ KP കേശവന്റെ മകളാണ്. കൊപ്പം ബ്രദേഴ്സ് ആർട്സ് ക്ലബിലൂടെ സ്കൂൾ പഠനകാലത്ത് നാടകരംഗത്തെത്തി. 19-ാം വയസ്സിലാണ് ആദ്യ നാടകത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് നിരവധി നാടകസമിതിയിൽ മീന ഭാഗമായി. 1971-ലാണ് പ്രശസ്ത നാടകരചയിതാവും സംവിധായകനും നടനുമായ AN ഗണേഷിനെ വിവാഹം ചെയ്യുന്നത്. തുടർന്ന് മീനയും ഗണേഷും ചേർന്ന് പൗർണമി കലാമന്ദിർ എന്ന പേരിൽ ഷൊർണൂരിൽ ഒരു നാടകസമിതി ആരംഭിച്ചു. നാടകത്തിൽ നിന്നും വെള്ളിത്തിരയിലേക്ക് പോയ മീന 1976-ൽ പുറത്തിറങ്ങിയ മണിമുഴക്കം എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിലേക്ക് എത്തിയെങ്കിലും 1991-ലെ മുഖചിത്രം എന്ന സിനിമയിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. തുടർന്ന് സിനിമയിൽ സജീവമായി മാറി. 200-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള മീന വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, ബാൽക്കണ്ണാടി, നന്ദനം, മീശമാധവൻ, പുനരധിവാസം തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു. സീരിയൽ സംവിധായകനായ മനോജ് ഗണേഷ്, സംഗീത എന്നിവരാണ് മക്കൾ. ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ജീവിച്ച് മതിയായി എന്നും രാത്രി ഉറങ്ങുമ്പോൾ തന്നെ രാവിലെ എണീക്കരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഉറങ്ങുന്നതെന്ന് മീന പറഞ്ഞിരുന്നു. ജീവിതം അത്രമേൽ മടുത്തിരുന്ന ഒരു ഘട്ടത്തിലേക്ക് മീന എത്തിയിരുന്നു. കലാഭവൻ മണി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ സഹായിച്ചേനെയെന്ന് മീന അവസാന നാളുകളിൽ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
കെ ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടെന്ന് CPM-ന്റെ തീരുമാനം. പാർട്ടി നിലപാട് പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിനെ സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തി മന്ത്രിസഭയിലേക്ക് വരാൻ തോമസ് കെ തോമസ് ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്. എന്തുകൊണ്ട് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ കഴിയില്ലെന്ന കാര്യം മുഖ്യമന്ത്രിയും കാരാട്ടിനെ അറിയിച്ചതായാണ് സൂചന. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം സർക്കാർ നടപ്പാക്കിയതോടെ സംസ്ഥാനത്തെ പൊതുനിരത്തുകൾ ഫ്ലക്സ് വിമുക്തമാകുന്നു. 18-നകം പൊതുനിരത്തുകളിൽ നിന്ന് ഫ്ലക്സ് നീക്കണമെന്ന സർക്കാർ നിർദ്ദേശം ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളും കൃത്യമായി നടപ്പാക്കിയിട്ടുണ്ട്. തുടക്കത്തിലെ ആവേശത്തിനപ്പുറം ഈ തുടക്കം നിലനിർത്താനും വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനും കഴിഞ്ഞാൽ സംസ്ഥാനത്ത് പുതിയൊരു മാതൃകയാകും. ഇന്നലെ വൈകിട്ട് വരെയായിരുന്നു തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് സർക്കാർ അനുവദിച്ച സമയം. തലസ്ഥാന നഗരത്തിലടക്കം പൊതുനിരത്തുകളിലെ ഫ്ലക്സ് നീക്കം കൃത്യമായി നടപ്പിലായി. ഹൈക്കോടതിയുടെ വിരട്ടൽ തിരുവനന്തപുരം നഗരത്തെങ്കിലും ഏറ്റവും എന്ന് പറയണം. AG's ഓഫീസിന്റെ മതിൽ, നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിലുള്ള ഈ ഭാഗത്താണ് ഏറ്റവും അധികം ഫ്ലക്സ് ബോർഡുകൾ സാധാരണ ഉണ്ടാകാറുള്ളത്. രാജഭരണകാലത്തെ ബ്രിട്ടീഷ് ഭരണകാലത്തേക്കുള്ള മനോഹരമായ ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിന്റെ ഈ ഭാഗം ഇപ്പോഴാണ് എത്രയോ മാസങ്ങൾക്ക് ശേഷം പക്ഷേ ഇവിടെ നിന്നാൽ നമുക്ക് കാണാനാകുന്നത്. ഫ്ലക്സ് ബോർഡുകളുടെ അതിപ്രസരം മൂലം ഏറ്റവും പൊറുതിമുട്ടിയ നഗരമാണ് തിരുവനന്തപുരം. എന്തിനും ഏതിനും ഫ്ലക്സ് ബോർഡുകൾ. നഗരത്തിന്റെ പ്രധാന ഇടങ്ങളെല്ലാം ഫ്ലക്സ് വിമുക്തമായി. സെക്രട്ടേറിയറ്റിന് മുന്നിലും മറ്റ് നഗരമേഖലകളിലും ഇത് വ്യത്യസ്ത കാഴ്ചയാണ്. പൊതു ഇടത്തു നിന്നും നീക്കിയ ഫ്ലക്സുകൾ ഇനി എങ്ങനെ സംസ്കരിക്കുമെന്നതായിരിക്കും വെല്ലുവിളി. ഈ ഒരു ഉത്തരവ് അത് ഭൂരിഭാഗം നടപ്പായി എന്നാണ് കൊച്ചി കോർപ്പറേഷൻ റവന്യൂ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. ഫ്ലെക്സുകളും അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സുകളും ബാനറുകളും എല്ലാം ഒരുവിധം എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ ദിവസവും നീക്കം ചെയ്യുന്ന ബോർഡുകളുടെ എണ്ണവും ഈടാക്കിയ പിഴത്തുകയും രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണവും ക്രോഡീകരിക്കാൻ സോണൽ ഓഫീസർക്കും ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ പരിശോധന തുടരുകയും ചെയ്യും. ഈ കളമശ്ശേരി, തൃപ്പൂണിത്തുറ, അങ്കമാലി, അതോടൊപ്പം കോതമംഗലം, ഏലൂർ, തൃക്കാക്കര, പിറവം ഭാഗത്താണ് പ്രധാനമായും ഈ നഗരസഭയുടെ വലിയ ഒരു നിരീക്ഷണമുള്ളത്. ഇതിൽ കളമശ്ശേരി പരിധിയിലുള്ള ഈ പാതയോരങ്ങളിലെ അനധികൃത ബാനറുകളും കൊടിത്തോരണങ്ങളും എല്ലാം മാറ്റിയിട്ടുണ്ടെന്നും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പാലക്കാടിന്റെ നഗരമേഖലകളിലും ഫ്ലക്സ് പൂർണ്ണമായി നീക്കം ചെയ്തു. സർക്കാർ നിർദ്ദേശം നടപ്പിലാക്കിയില്ലെങ്കിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ നടപടി നേരിടേണ്ടി വരും. ഹൈക്കോടതിയുടെ ഉത്തരവ് പൂർണ്ണമായും പാലിക്കുമെന്ന ഒരു വിശദീകരണമാണ് നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മലപ്പുറം നഗരസഭയിലെ കാണാൻ കഴിയുന്ന കാഴ്ചകൾ ഇപ്രകാരമാണ്. കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയമായ മാനാഞ്ചിറ സ്ക്വയറിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒറ്റ ഫ്ലെക്സ് പോലും കാണാനില്ല എന്നതാണ് വാസ്തവം. ആ കോക്കയുടെ വശങ്ങളിലൊക്കെ ഏതാണ്ട് ഫ്ലെക്സുകളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇവിടെ നിരന്ന് ഫ്ലെക്സുകൾ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഒറ്റ ഫ്ലെക്സ് പോലും നമ്മൾ ഈ കാഴ്ചയിൽ, ഇവിടെ നിന്നുള്ള കാഴ്ചയിൽ കാണാൻ കഴിയുന്നില്ല. ഹൈക്കോടതിയുടെ തുടർച്ചയായ ഇടപെടലാണ് പൊതുനിരത്തുകളിലെ ഫ്ലക്സ് നീക്കലിന് വഴിയൊരുക്കിയത്. ചില ഇടങ്ങളിലുണ്ടായ പാളിച്ചകൾ ഒഴിവാക്കിയാൽ സർക്കാരും നിർദ്ദേശം കൃത്യമായി നടപ്പിലാക്കി. ഈ തുടക്കം എങ്ങനെ നിലനിർത്താനാകുമെന്നതാവും ഇനി വെല്ലുവിളി. മാറ്റിയ ഇടങ്ങളിൽ പുതിയ ഫ്ലെക്സുകൾ വരുന്നില്ലെന്ന് ഉറപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിയണം. സർക്കാരിനൊപ്പം വ്യക്തികളും രാഷ്ട്രീയ പാർട്ടികളും വ്യാപാര സ്ഥാപനങ്ങളും ഒന്നിച്ചു നിന്നാൽ നമുക്കിതൊരു മാതൃകയാക്കാം. ന്യൂസ് ബ്യൂറോസ്, ന്യൂസ് 18. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ദിൽന ചേരും.